അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ തച്ചുടച്ച മുആവിയ, ഇതാണ് മുസ്തഫ മൗലവിയുടെ പുതിയ പ്രസംഗം. ഏതോ റൂമിൽ ഇരുന്നിട്ട് മൂപ്പര് ഖുതുബ എന്ന പേരിലാണ് ഈ പ്രസംഗം നടത്തുന്നത്. ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ നേരത്തെ ചോദിച്ചിരുന്നു, ഈ ഖുതുബ മുആവിയ എല്ലാം തച്ചു തകർത്തിട്ട് ഇങ്ങനൊരു ഖുതുബ എവിടെ നിന്നാണ് മുസ്തഫ മൗലവിക്ക് കിട്ടിയത്? ഇത് മുആവിയ ഉണ്ടാക്കിയതല്ലേ? അപ്പോൾ മുആവിയ ഉണ്ടാക്കിയ ഖുതുബ, ആ ഖുതുബ എടുത്തിട്ട് ആണ് മൂപ്പര് ഖുതുബ നടത്തുന്നത്. അപ്പോൾ ആളുകളെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ലൊരു പരിപാടി. അതിൻ്റെ ഭാഗം തന്നെയാണ് എല്ലാ മൂല്യങ്ങളെയും തച്ചു തകർത്ത, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ തച്ചുടച്ച മുആവിയ എന്ന അദ്ദേഹത്തിൻ്റെ വായ്ത്താരി. അപ്പോൾ മുആവിയ ഉണ്ടാക്കിയ ദീനിൽ ഇസ്ലാം ഒക്കെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം? അതൊരു അപരിഷ്കൃത നിയമമാണ് ഇന്ന് ഇസ്ലാമിലുള്ളത്. ഇത് കേട്ടാൽ മൂപ്പർ പറയണത് കേട്ടാൽ തോന്നുന്ന മൂപ്പർ ലോകത്തുള്ള എല്ലാ നിയമവ്യവസ്ഥയും പഠിച്ച് എല്ലാം താരതമ്യം ചെയ്ത് ലോകത്ത് ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള നിയമം ഇസ്ലാമിക നിയമമാണ്. എന്നാൽ പിന്നെ ലോകത്ത് പരിഷ്കൃത നിയമം ഏതാണെന്ന് പറയണ്ടേ? നമുക്കത് സ്വീകരിക്കാമല്ലോ. അത് മൂപ്പർ പറയണമില്ല. എന്ന് മാത്രമല്ല, ഇന്ന് നിലവിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം കിട്ടൂല എന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ ഇസ്ലാം കിട്ടൂലെങ്കിൽ പിന്നെ എഴുതാൻ കിട്ടുക? അഹ്ലുസുന്നത്തിൻ്റെ കിതാബുകളിൽ നിന്ന് കിട്ടൂല, ശരി. എന്നാൽ ഷിയാക്കളുടേതിൽ നിന്ന് കിട്ടുമോ? അത് പറയണില്ല. അത് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഷിയാക്കളുടെ രീതി സ്വീകരിക്കാൻ പാടുന്നു, അതും പറയുന്നില്ല. അപ്പോൾ തീർത്തും നിഷേധാത്മകമായിട്ടുള്ള, നിർമ്മാണാത്മകമായിട്ടുള്ള യാതൊന്നും ഇല്ലാത്ത ഒരു പുതിയ മതം ഉണ്ടാക്കി തീർക്കാൻ അതിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ മൂപ്പരുള്ളത്. പിന്നെ ഖുർആനിന് മൂപ്പര് നൽകുന്ന വിശദീകരണമാണ് യഥാർത്ഥ വിശദീകരണം. അതനുസരിച്ച് വേണം ആളുകൾ ഖുർആൻ മനസ്സിലാക്കാൻ. അങ്ങനെ പോകുമ്പോൾ ആ ഖുർആനിൻ്റെ വിശദീകരണത്തിൽ പ്രായോഗികമായിട്ട് എന്താണുള്ളത് അതും കാണാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ ഒരു അങ്കലാപ്പിലായിട്ടുള്ള, അല്ലെങ്കിൽ പരിഭ്രമത്തിലകപ്പെട്ടു പോയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് മൂപ്പരുള്ളതെന്നാണ് മനസ്സിലാവുക. ഇവിടെ മുആവിയയുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തിൻ്റെ കലിപ്പ് മുഴുവനും. ഇത് യഥാർത്ഥത്തിൽ മുആവിയയുടെ ദീനിനോട് ഉള്ള വിരോധവും, എന്നാൽ ഖുർആനിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ ദീന് മതം കണ്ടെത്തിയാൽ അതങ്ങ് സ്വീകരിച്ച് കളയാമെന്ന ഉത്കടമായിട്ടുള്ള അഭിവാഞ്ഛയൊന്നും കൊണ്ട് പറയണതല്ല. കാരണം ഖുർആനിനെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ, അത് മുആവിയ അങ്ങനെ ഒരാളാണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ മുആവിയ അത് തീർത്ത് തച്ചുടച്ചു. ഇന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ച ഒന്നും ലഭ്യമല്ലാത്ത വിധത്തിലെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അല്ലെങ്കിൽ വിസ്മൃതമായി എന്നൊക്കെ പറയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. പക്ഷെ മൂപ്പർക്ക് പറയണതിന് വിരോധമൊന്നുമില്ല. കാരണം ലിയാഖത്തുമായിട്ടുള്ള സംസാരത്തിൽ മുസ്തഫ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്,
മുഹമ്മദ് നബി പരാജയപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും പരാജയപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിയും പരാജയപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ മുസ്തഫ അത് കണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട് ലോകത്തിന് സമർപ്പിക്കണം. ഇതാ കിട്ടിപ്പോയി, മുഹമ്മദ് നബി പഠിപ്പിച്ച ദീൻ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, അതാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഈ ദീന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ലോക മുസ്ലിങ്ങളൊക്കെ അദ്ദേഹത്തെ മഹാപുണ്യവാളനായിട്ട് അംഗീകരിച്ചിട്ട് അദ്ദേഹത്തെ പിന്തുടരണം. അതിപ്പോൾ തൽക്കാലം നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നതാണല്ലോ മലയാളത്തിലെ ചൊല്ല്. അതനുസരിച്ച് മുസ്തഫ അങ്ങനെ കരയാണ്. അങ്ങനെ കരയട്ടെ എന്ന് നമുക്ക് വെക്കാം. പക്ഷെ മുസ്തഫ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇന്നത്തെ ഹദീസ് ചരിത്രങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപരിഷ്കൃതനായ എന്ന് മാത്രമല്ല ഒരു ക്രിമിനലായിട്ടുള്ള ആളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതിൻ്റെ പ്രധാന സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പെണ്ണ് കെട്ടി എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഒന്നിലധികം വിവാഹം ചെയ്യുക എന്നതാണ് അപരിഷ്കൃതത്വമെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ മഹാവ്യക്തിത്വങ്ങളും അപരിഷ്കൃതനാണെന്ന് പറയേണ്ടി വരും. പ്രവാചകന്മാരെ എടുത്തിട്ടുണ്ടെങ്കിൽ മുസ്തഫ തന്നെ പറയുന്ന തിരുത്തപ്പെടാത്ത ബൈബിൾ, അങ്ങനെയാണല്ലോ, തിരുത്തപ്പെടാത്ത വേദങ്ങളായ തൗറാത്തും ഇഞ്ചീലും. അതിൽ തിരുത്തപ്പെടാത്ത തൗറാത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് എടുത്താൽ ആരാണ് ഒന്നിലധികം വിവാഹം ചെയ്യാത്തവരെന്നേ പിന്നെ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ അപരിഷ്കൃതരായിരുന്നു. അപ്പോൾ എല്ലാവരും ക്രിമിനലുകളായിരുന്നു. അല്ലെങ്കിൽ ഒരാൾ ഒന്നിലധികം വിവാഹം ചെയ്യുക എന്നുള്ളതാണ് ക്രിമിനലായി മാറുന്നതിൻ്റെ ലക്ഷണം എന്നാണല്ലോ മുസ്തഫ പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ മുആവിയയെ സംബന്ധിച്ച് പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയയെ ശപിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാവാത്തൊരു സംഗതി, ഒരു ഭാഗത്ത് മഹാനായിട്ടുള്ള ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ, എന്നിട്ട് മുആവിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുന്നു എന്നാണ് മുസ്തഫ പറയുന്നത്. അപ്പോൾ ശാപം കൂറുന്ന ഒരു പ്രവാചകൻ എങ്ങനെ മഹാനായിത്തീരാ? അപ്പോൾ തനിക്ക് പിന്നെ വേണ്ടത് എല്ലാം ഹദീസുകളിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് സ്വീകരിക്കാം, തനിക്ക് സ്വീകാര്യമല്ലാത്തതൊക്കെ തള്ളിക്കളയാം. ഇതാണ് മുസ്തഫയുടെ മനോനില എന്ന് പറയുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയയെ ശപിച്ചത്? അനസ് റളിയല്ലാഹു അൻഹു, അതായത് മുസ്ലിമിൻ്റെ 2604 ഹദീസിൽ കിതാബുൽ ബിർരി വസ്സിലത്തി വൽ ആദാബി എന്നതിൽ ബാബു മൻ ലഅനഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ശപിച്ച ആളുകൾ ആരൊക്കെയാണ് എന്ന അധ്യായത്തിലാണത് പറയുന്നത്. അതിൽ പറയുന്നത് ഇതാണ്: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയാണ്, കുന്തു അൽഅബു മഅ സിബിയാൻ, ഞാൻ കുട്ടികളെ കൂടെ കളിക്കുമായിരുന്നു. അപ്പോൾ ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പോൾ നബിയെ കണ്ടപ്പോൾ ഫതവാറൈതു ഖൽഫ ബാബിൻ, ഞാനൊരു വാതിലിൻ്റെ ഒരു കതകിൻ്റെ പിന്നിലേക്ക് മാറി ഒളിച്ചു നിന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, ഫഹതഅനി, നബി എൻ്റെ 2 ചുമലിൻ്റെ ഇടയിൽ കൈ ഇങ്ങനെ പരത്തിയിട്ട് ഒരു അടി അടിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശയിൽ ഇബ്നു അബ്ബാസ് വാതിൽ പൊളിയിൽ പോയി ഒളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് തമാശയിൽ പുറത്തൊരടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബു വദ്ഉലി മുആവിയ, പോയിട്ട് മുആവിയയെ വിളിച്ചു കൊണ്ടുവരണം. കാല ഫജഅ്തു, അങ്ങനെ ഞാൻ ചെന്നു മുആവിയയെ വിളിച്ചു. അപ്പോൾ ഖുൽതു, ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഹുവ യഅ്കുലു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. കാല തുമ്മ കാലലി, എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇദ്ഹബു ഫദ്ഉലി, പോയിട്ട് അദ്ദേഹം മുആവിയയെ എനിക്ക് വിളിച്ചു കൊണ്ടുവരണം. കാല ഇബ്നു അബ്ബാസ് പറയുന്നു, ഫജഅ്തു, ഞാൻ പിന്നെയും പോയി, ഫഖുൽതു, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു, ഹുവ യഅ്കുലു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. ഫഖാല ലാ അശ്ബഅ അല്ലാഹു ബത്നഹു, ഇവിടെ 2 പ്രാവശ്യമാണ്
ഇബ്നു അബ്ബാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറഞ്ഞത്. ഈ 2 പ്രാവശ്യവും തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയണത് പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണെന്നാണ്. അപ്പോൾ കാല ലാ അശ്ബഅ അല്ലാഹു ബത്നഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ വയറ് നിറക്കാതെ കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ ശപിച്ചതായിട്ടാണ് എണ്ണുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ശാപമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഇബ്നു അബ്ബാസിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇബ്നു അബ്ബാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഉടനെ തന്നെ വീണ്ടും ഇബ്നു അബ്ബാസിനെ പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹം അപ്പോഴും ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ വരാമെന്ന് അപ്പോഴും പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ അശ്ബഅ അല്ലാഹു ബത്നഹു എന്ന് പറഞ്ഞത് എൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇവിടെ CH മുസ്തഫ എന്നെ പറയണത് നബി ആരെയും ശപിക്കണ ആളല്ല. മുആവിയൻ്റെ മതത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും കൊള്ളരുതാത്ത ഒരു ക്രിമിനലിൻ്റെ അവസ്ഥയിലേക്ക് താണുപോയ പ്രവാചകനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയയെ ശപിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഒന്നുകിൽ ഇത് ശാപമല്ല എന്ന് അംഗീകരിക്കേണ്ടി വരും. ശാപമല്ലെങ്കിൽ പിന്നെ എന്താണത്? നമ്മൾ സാധാരണ ഒരാളെ അന്വേഷിച്ച് കാത്തിരിക്കുമ്പോൾ അയാൾ പിന്നെ ഭക്ഷണം കഴിക്കുകയാണെന്ന് വിവരം കിട്ടും. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും, വല്ലാത്തൊരു ഭക്ഷണം കഴിക്കലാണ്, ഇവനെന്ത് പിന്നെ തീറ്റക്കൊതിയനാണെന്നൊക്കെ സാധാരണ മനുഷ്യൻ പറയുന്നൊരു പ്രയോഗമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ താല്പര്യം. മാ അശ്ബഅ അല്ലാഹു ബത്നഹു. അതിനെ ഇമാം മുസ്ലിം മൻ ലഅനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച ആളുകളെ പറ്റി പറഞ്ഞ പരാമർശത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ശരിയാണ്. അങ്ങനെ അതൊരു ശാപമാണെന്ന് വെച്ചാൽ തന്നെ ഈ ശാപം ഇതേ അദ്ധ്യായത്തിൽ തന്നെ പറയുന്ന ഹദീസ് അനുസരിച്ച് ഈ ശാപം യഥാർത്ഥത്തിൽ ശാപമാണോ? ഇതേ ഹദീസിൽ തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ വിളിച്ച് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നമാ അന ബഷർ, അള്ളാഹുവെ ഞാനൊരു മനുഷ്യനാണ്. അയ്യുമാ റജുലിൻ മിനൽ മുസ്ലിമീന സബബത്തുഹു ഔ ലഅൻതുഹു ഔ ജലത്തുഹു, ഞാൻ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ചീത്ത പറയുകയോ അദ്ദേഹത്തെ ശപിക്കുകയോ അദ്ദേഹത്തെ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫജഅൽഹാ ലഹു സക്കാത്തം വറഹ്മ, അത് അദ്ദേഹത്തിന് വിശുദ്ധിയും കാരുണ്യവുമാക്കി നീ മാറ്റണം എന്ന് അള്ളാഹിൻ്റെ റസൂല് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായിട്ട് ഇതേ അദ്ധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ മുസ്തഫ മൗലവിക്ക് പറ്റൂല. കാരണം മുആവിയെ എങ്ങനെയെങ്കിലും നരകക്കുണ്ടിലേക്ക് തള്ളിവിട്ടെങ്കിൽ അദ്ദേഹത്തിന് സമാധാനമുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ശപിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കണം. അതേ അവസരം അദ്ദേഹം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവത്തിൻ്റെ ഉത്തമ സ്വഭാവ മഹിമയുടെ ആളായിരുന്നു എന്നാണ്. അപ്പോൾ അത്യുത്തമമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ അത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ അതിമഹത്തായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയവനാണ്. അങ്ങനെയുള്ള ഒരാളെങ്ങനെയാണ് മറ്റൊരാളെ ശപിക്കുക? അതും ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. അപ്പോൾ തനിക്ക് തോന്നുന്നത് പോലെയാണ് തൻ്റെ ഖുർആൻ അധ്യാപന മനസ്സിലാക്കലും അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കലും ആളുകളോട് പറയലെന്നൊക്കെയാണ് മുസ്തഫ ഇതിലൂടെ വരുത്തി തീർക്കുന്നത്. എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഒരു ശാപവാക്കല്ല എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവും കഴിയുന്നൊരു സംഗതിയാണ്. ഇമാം മുസ്ലിം അത് ശാപവാക്കിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനാഖിബ്, അദ്ദേഹത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന കൂട്ടത്തിലാണ് അത് എണ്ണിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള നിലക്കാണ് മറ്റ് പല പണ്ഡിതന്മാരും അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തൻ്റെ തന്നെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് താൻ പറയുന്നത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത
ഒരു ബുദ്ധിപരമായിട്ട് അത്രയൊന്നും വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത, വൈജ്ഞാനികമായി അടിത്തറയില്ലാത്ത ഒരുത്തനാണ് താൻ എന്ന് മുസ്തഫ തന്നെ തൻ്റെ പ്രസംഗങ്ങളിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ ഇത് കേട്ടിട്ട് ചിലരൊക്കെ ഉഷാറായിട്ടുണ്ട്, നല്ല ധീരമായിട്ടുള്ള സമീപനം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അമ്മയെ തല്ലിയാലും ഉണ്ടാവുമല്ലോ അങ്ങാടിയിൽ രണ്ട് അഭിപ്രായം എന്നതുപോലത്തെ ഒരു അഭിപ്രായം മാത്രമാണ്. അല്ലാതെ മുസ്തഫക്ക് ഇസ്ലാമിൻ്റെ മഹിമ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ല. ലോകത്തുള്ള മറ്റ് വ്യവസ്ഥകളും ഇസ്ലാമിക വ്യവസ്ഥയുമായി തട്ടിച്ചു നോക്കിയിട്ട് ലോകത്ത് പ്രഗത്ഭരായിട്ടുള്ള നിയമജ്ഞന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇസ്ലാമിക നിയമമാണ് ലോകത്തെ മറ്റേതൊരു നിയമത്തെക്കാളും അത്യുത്തമമായിട്ടുള്ളത്. പക്ഷേ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ളതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നതാണ് വസ്തുത.